റവന്യൂ മന്ത്രി കെ രാജൻ കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ ഒരുപാട് സമയമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിനിസ്റ്ററെ, ഏറ്റവും പ്രധാനമായി രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഔദ്യോഗികമായി തന്നെ താങ്കളിലൂടെ, താങ്കൾ ഉൾപ്പെടുന്ന സർക്കാർ സംവിധാനത്തിലൂടെ അറിയുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അതൊന്ന് വിശദീകരിക്കാമോ മിനിസ്റ്റർ? പൂർണ്ണമായിട്ടും രക്ഷാദൌത്യത്തിനിടയിലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഫോണിൽ കണക്ട് ചെയ്ത് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ അവസാനം പ്രത്യേക DSCയും NDRFും നമ്മുടെ ഫയർഫോഴ്സും ചേർന്ന് താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പാലത്തിലൂടെ 486 ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അവസാനത്തെ കണക്ക്. ഞങ്ങൾ മന്ത്രിമാരുടെ സംഖ്യ ഇവിടെ വരുമ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഓരോന്നോരോന്നായി പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ എടുക്കണമെന്നാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോ പലങ്ങളിലായി കിടക്കുന്നു എന്ന വാർത്ത കിട്ടി. 4 പ്രധാന കേന്ദ്രങ്ങൾ, ഈ പറയുന്ന മുണ്ടക്കയും മസ്ജിദും ബംഗ്ലാവും അതുപോലെ തന്നെ റിസോർട്ടും ഇങ്ങനെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംഘടിതമായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. NDRFന്റെ സംഘത്തെയും പ്രാദേശികവാസികളെയും റോപ്പിലൂടെ നമുക്ക് അകത്തേക്ക് കടത്താൻ കഴിഞ്ഞു. പക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമായിരുന്നു. നമുക്ക് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് സിലൂരിൽ നിന്ന് നമുക്ക് ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ NDRFന്റെ ടീമുകൾ, DSC, ആർമി, നമ്മുടെ ഫയർ റെസ്ക്യൂ, പോലീസ്, പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ, മൊത്തത്തിലുള്ള മിനിസ്റ്റർ, ശബ്ദം പൂർണ്ണതോതിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. അങ്ങ് തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ റേഞ്ചിന്റെ പ്രശ്നമാണ് എന്നാണ് കരുതുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. മഴയൊക്കെ തുടരുന്നുണ്ടല്ലോ മിനിസ്റ്റർ. എങ്കിലും ഒരിക്കൽ കൂടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ പാലമായി ബന്ധപ്പെട്ട കാര്യം, അതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ആശ്വാസകരമായി നമ്മൾ കേൾക്കുന്നത്. മിനിസ്റ്റർ, അതൊരു ബെയിലി പാലമാണോ മിനിസ്റ്റർ? കൂടുതൽ അല്ല, ബെയിലി പാലത്തിന് വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ മൈസൂർ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇപ്പോ അതിന്റെ പരിശോധന നടത്തി വരികയാണ്. എന്നാൽ താൽക്കാലികമായി അവിടെ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാലം ഉണ്ടാക്കി റോപ്പിലൂടെ 5 മിനിറ്റിൽ ഒരാൾ മാത്രമേ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇത് വന്നതോടുകൂടി വലിയ നമ്പർ ആളുകളെ ബൾക്കായി നമ്മുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ചേർത്ത് പിടിച്ച് കൈപിടിച്ച് ആ വലിയ വെള്ളത്തിന്റെ പിന്നെ അപകടത്തെ അതിജീവിച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. ഒരു കാര്യം, 486 ആളുകളെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ആ നമ്പർ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ ഈ പാലവുമായി ബന്ധപ്പെട്ട് മറുകരയിലുള്ള ആളുകളെ കൂടുതലായി എത്തിക്കുന്നു. അവിടെ എല്ലാ മേഖലകളിലും കുടുങ്ങിയിരിക്കുന്ന ആളുകളെ സ്പോട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോ നമുക്ക് രാത്രിയിലും പ്രാദേശികവാസികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം അതിനകത്തേക്ക് പോയിരിക്കുകയാണ്. ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉണ്ടോ എന്നറിയാൻ. ഇപ്പോ രാവിലെ തന്നെ നമ്മുടെയൊക്കെ ചാനലുകളിൽ നൂറുദ്ദീൻ എന്നൊരു പഞ്ചായത്ത് മെമ്പർ റിപ്പോർട്ട് ചെയ്തപ്പെട്ട് ഏതാണ്ട് 150-ലേറെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞ മടിക്കൈ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞു. ബംഗ്ലാവിലും അതുപോലെ തന്നെ റിസോർട്ടിലുമുള്ളവരെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞു. മസ്ജിദിന്റെ സമീപത്ത് കിടക്കുന്നവരെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞു. ഇനി മസ്ജിദിനകത്ത് ഒരു 11 പേർ പെട്ടിട്ടുണ്ട് എന്ന് കേട്ട് മസ്ജിദിന്റെ മുമ്പിലുള്ള ഒരു വീട് താഴ്ന്നു പോയിട്ടുണ്ട് എന്നുള്ള 2 വാർത്തകളുമായി ഒരു പ്രത്യേക സംഘം ഇപ്പോൾ അതിനകത്തേക്ക് ഈ ദുരന്ത ഘട്ടത്തിലും അങ്ങോട്ട് പോകാനുള്ള ധൈര്യം കാണിച്ചവര് അതിനങ്ങോട്ട് പോയിരിക്കുകയാണ്. വളരെ മൈന്യൂട്ടായി തെരച്ചിൽ നടക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നുള്ള ദൗത്യത്തിലേക്കും കൂടി നമ്മൾ കടക്കുന്നുണ്ട്. ചില മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട്. അകത്തവരെ സൂക്ഷിച്ച് പിന്നെ മസ്ജിദിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് വന്നവര് അറിയിച്ചതിനെ തുടർന്ന് അതിനു വേണ്ടിയിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആസ്കലേറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പ്രദേശത്താകെ വെളിച്ചം നേരത്തെ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും തുടരാൻ കഴിയുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ പല ഇടങ്ങളിലും വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടല്ലേ? അത് ആശ്വാസകരമാകുക കൂടി ചെയ്യുന്നുണ്ടല്ലേ? പതുക്കെ ആ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ അത് നോക്കുന്നുണ്ട്. അതിന് പുറമെ ആ പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും വയനാട്ടിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസിന്റെയും ദുരന്ത നിവാരണ ഏജൻസികളുടെയും കയ്യിലുള്ള
മുഴുവൻ ആ സ്കലൈറ്റുകളും നമ്മളിപ്പോ ഘട്ടം ഘട്ടമായി ഇങ്ങോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് രാത്രി ഏതാണ്ട് 7:30 മണി വരെ നമുക്ക് അവസാനത്തെ കരയിൽ വന്ന് നിൽക്കുന്ന ആളെയും നമുക്ക് ഇങ്ങോട്ട് കടത്തിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് 2-2:30 മണിയോടുകൂടി വീണ്ടും ഉരുളുപൊട്ടുന്ന അവസ്ഥയുണ്ടായി. സ്വാഭാവികമായിട്ടും ഇന്ന് അതിനകത്താളുകൾ ഈ ഇങ്ങനെ പുറത്ത് ആളുകളുമായി വിളിച്ചു ബന്ധപ്പെടുന്നവർ അകത്തുണ്ടായാൽ അതൊരു വലിയ സിറ്റുവേഷൻ, പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള പിന്നെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അവരെ പൂർണ്ണമായി വൈകുന്നേരത്തോടെ പുഴയുടെ മറുകരയിലേക്ക് എത്തിക്കാനും അവിടെ നിന്ന് ഈ പ്രത്യേക പാലത്തിന്റെ കൂടി സൗകര്യത്തോടെ പുറത്തേക്ക് എടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ആരെയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ കാര്യത്തിൽ അന്തിമമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ക്യാമ്പിൽ വന്നവരുടെ പേരുകൾ കൂടി ആളുകൾ അറിഞ്ഞാൽ മാത്രമേ എത്ര പേർ ഇനി കാണാതായിട്ടുണ്ട്. അതൊരു വലിയ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ? ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ആളുകളെ മറുകരയിൽ എത്തിക്കുമ്പോൾ കൂടുതൽ മനുഷ്യരെ കാണുന്നു എന്നുള്ളത് അവർക്കും അത് നൽകുന്ന ഒരു മാനസികമായ ഒരു ധൈര്യം കൂടിയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് അവരുടെ ഒപ്പമുള്ളവരെ കൂടി കണ്ടെത്തുക. മിനിസ്റ്റർ നോക്കൂ, ഈ ഘട്ടത്തിൽ ഇപ്പോൾ മരണസംഖ്യ സംബന്ധിച്ച്, പരിക്കേറ്റവർ സംബന്ധിച്ച്, കണ്ടെത്താനുള്ളവരെ സംബന്ധിച്ച് ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ കണക്കുകളുണ്ട്. പക്ഷെ ആ കണക്കുകൾ ഒരു കൃത്യരൂപം ഉണ്ടായതിനു ശേഷം സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. ആ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഈ രക്ഷാദൗത്യ പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നത് ഈ ദുരന്തത്തിൽ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വലിയൊരു ദുരന്തം ഉണ്ടായി. നമുക്ക് മറ്റു നിവൃത്തികളില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നതും നമ്മുടെ സഹായത്തോടു കൂടി രക്ഷപ്പെടുത്താവുന്നതുമായ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ പ്രവർത്തനം. ഇന്ന് യഥാർത്ഥത്തിൽ NDRF-ഉം ഫയർ ആൻഡ് റെസ്ക്യൂവും ആർമിയും ഒക്കെ ചേർന്ന് പ്രാദേശിക പ്രവർത്തകരുടെ പ്രത്യേകമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കഴുത്തോളം വരെ ചെളിയിൽ ഇറങ്ങി നിന്ന ആളുകളെ പോലും കിടന്നും വടം കെട്ടിയും ശരീരത്തിലൂടെ വലിച്ചു കയറ്റിയും ഒക്കെ രക്ഷപ്പെടുത്തിയ ധാരാളമായ അനുഭവങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളും രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് വിടുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ നമ്മുടെ സൈന്യവും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരും നടത്തുന്ന പ്രയത്നങ്ങൾ അത്ര വലുതായിരുന്നു. ആ പ്രവർത്തനത്തിനാണ് നമ്മൾ മുൻതൂക്കം കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ മലപ്പുറത്ത്, പ്രയാസകരമാണെങ്കിലും പറയട്ടെ, മലപ്പുറത്ത് ചില മൃതദേഹങ്ങൾ കിട്ടിയതിന്റെ കണക്കും നേരത്തെ കൈരളി പറഞ്ഞിരുന്നു. ആ മൃതദേഹങ്ങളെല്ലാം നാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. മൊബൈൽ ഫ്രീസറിൽ വെച്ചുകൊണ്ട് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്ത് അവിടെയുള്ള മുഴുവൻ മൃതശരീരങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ നഷ്ടപ്പെട്ട ആളുകളെ, ജീവിച്ചിരിക്കുന്നവരെയും ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്ന നിർഭാഗ്യമുണ്ടായവരെയും ഒക്കെ നോക്കിക്കൊണ്ടു വേണ്ടി വരും നമുക്ക് ആരൊക്കെ എവിടെയൊക്കെ ഇനിയും കുടുങ്ങി കിടക്കുന്നുണ്ട്, കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ. നിർത്താതെ ഇപ്പോഴും പ്രാദേശിക നിവാസികളുടെ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. NDRF-നോ പിന്നെ അതുപോലെ ആർമിക്കോ ഈ പ്രവർത്തനങ്ങളിൽ പിന്നെ എടുത്തു പോവുക എന്നല്ലാതെ അവിടെ ഏക്കുറേറ്റായ ആളുകളെയും സ്ഥലങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെയും ഓരോ സ്ഥാപനങ്ങളെയും ഒക്കെ അറിയാവുന്നത് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരാണ്. അവരുടെ നിർലോഭമായ പിന്തുണയും ഇടപെടലുമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നത്.